പിന്നെ കോൺഗ്രസിന്റെ ഒരു സഹയാത്രികന്റെ വിശദീകരണം ഇവിടെ വരികയുണ്ടായി. മുസ്ലിം വിരുദ്ധതയ്ക്ക് ഇന്ത്യയിൽ അടിത്തറയൊരുക്കിയത് CPIM ആണ് എന്ന അസംബന്ധമാണ് ഇവിടെ എഴുന്നള്ളിച്ചത്. ഞങ്ങൾക്ക് എക്കാലവും നിലപാടുണ്ട്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ഞങ്ങൾ അതിനെതിരായിരുന്നു. നിങ്ങൾ രാജ്യം ഭരിക്കുക, ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദരാണ്. ഞങ്ങൾ അതിനെ എതിർത്തു. ഇപ്പോഴാണ് 1980-കളിൽ അതിനുവേണ്ടി ബാറ്റ് ചെയ്തത് നിങ്ങളാണ്. നമ്മളപ്പോ അത്രയും ചരിത്രത്തിലേക്കൊക്കെ പോകണോ? അപ്പോ നമ്മുടെ ഇന്നത്തെ ചർച്ച ഏകീകൃത സിവിൽ കോഡ് അല്ലതാനും. അപ്പോ 50-കൾക്ക് മുമ്പുള്ള ചരിത്രം ഇവിടെ പറഞ്ഞല്ലോ അഭിലാഷേ. 80-കളിലെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. 80-കളിൽ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചിട്ടുള്ള പ്രസ്ഥാനം CPM ആണ്. ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമാണെന്ന് പ്രഖ്യാപിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പൊ നമ്മളെ എല്ലാ ചരിത്രവും പറഞ്ഞാൽ ഇതെല്ലാം പറയേണ്ടി വരും. അഭിലാഷേ അസംബന്ധമാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത്. അഭിലാഷ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാതൃഭൂമി ഒറ്റക്കാര്യം 80-കളെ കുറിച്ച് പറയാം. അഭിലാഷേ ഒരു മിനിറ്റ് തരണം. നിങ്ങൾ ആ വിഷയം മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ 80-കളിലേക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ ഞാൻ പറയാം 85 ജൂലൈ 12 ദേശാഭിമാനി വാരികയിൽ EMS എഴുതിയ വാക്കുകൾ ഒരു വാക്ക് വിടാതെ ഞാൻ പറയാം. മുസ്ലിം ജനതയിൽ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രശ്നമാണ് പൊതു സിവിൽ നിയമമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുസ്ലിം സമുദായത്തിലെ പൊതുജനാഭിപ്രായം അനുകൂലമായി രൂപപ്പെടുത്തുന്നതുവരെ അത് നടപ്പിൽ വരുത്തുന്നത് ബുദ്ധിപൂർവമായിരിക്കില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണുള്ളത്. ഇത് സംബന്ധിച്ച നിയമനിർമ്മാണം ഉടൻ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുവെന്ന് നിങ്ങളുടെ നേതാക്കളും അവരുടെ സഹായത്തോടെ അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കളും പറയുന്നത് പച്ചക്കള്ളമാണ്. ഹിന്ദു കമ്മ്യൂണിറ്റി ദേശാഭിമാനിയിൽ സഖാവ് EMS എഴുതിയ വാക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചത്. നിങ്ങൾ അങ്ങനെ മറക്കും? അല്ല, അതിലെ ഒരു വാചകം മാത്രം കോട്ട് ചെയ്ത് ആ വിഷയം ആകപ്പാടെ അങ്ങനെയാണെന്ന് പറയരുത്. ഏകീകൃത സിവിൽ കോഡും CPM-ഉം EMS-ന്റെ തെരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളുടെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് EMS കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വായിക്കാം. ശ്രീ EMS കൺക്ലൂഡ് ചെയ്യുന്നത് ഏകീകൃത സിവിൽ നിയമവും CPM-ഉം എന്നുള്ള ചാപ്റ്റർ ഞാൻ വായിക്കാം. അല്ല, വെറുതെ ആ വിഷയത്തിലേക്ക് കൊണ്ടുപോകണ്ട. ആ കാലത്ത് നിങ്ങളുടെ ദേശാഭിമാനിയുടെ കട്ടിങ്ങുകളൊക്കെ എന്റെ അടുത്തുണ്ട്. ഇനി അത് തപ്പിയെടുക്കാൻ താങ്കൾ പറഞ്ഞ EMS-ന്റെ ആ ലേഖനം കൺക്ലൂഡ് ചെയ്യുന്ന വാചകങ്ങൾ ഞാൻ വായിക്കാം. 6/9/1985 എഴുതിയ ലേഖനം EMS നമ്പൂതിരിപ്പാട് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഭരണഘടനയിലെ ഏകീകൃത സിവിൽ നിയമ വകുപ്പും ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ വിവാഹമോചിതയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് സംബന്ധിച്ച വകുപ്പും റദ്ദാക്കരുത് എന്നാവശ്യപ്പെടുക മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. ഏകീകൃത സിവിൽ നിയമത്തിലേക്കുള്ള നീക്കം ത്വരിതപ്പെടുത്താൻ, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കം ത്വരിതപ്പെടുത്താൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള ബഹുജന സംഘടനകൾ നടത്തുന്ന സമരം പ്രോത്സാഹനാർഹമാണെന്നുകൂടി പാർട്ടി അഭിപ്രായപ്പെടുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന CPM-ന്റെ സംഘടന നടത്തുന്ന സമരം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാടെന്നാണ് EMS പറയുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഹിന്ദുത്വവാദികൾ പറയുന്നത് ഇപ്പോൾ തന്നെ നടപ്പാക്കേണ്ട, അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയിട്ട് നടപ്പാക്കണം എന്നുള്ളതായിരുന്നു CPM-ന്റെ നിലപാട്. മറുപടി പറയട്ടെ? പറഞ്ഞു. ഞാനൊന്ന് മറുപടി പറയാം. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാണ് ഏകീകൃത സിവിൽ കോഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാണ്. സ്ത്രീ പുരുഷ സമത്വത്തെ സംബന്ധിച്ച ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യവും മുസ്ലിം പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിൽ ഇതിനനുകൂലമായ ഒരു ചർച്ചയും അന്തരീക്ഷവും സംവാദവും രൂപപ്പെട്ടതിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് അടക്കം ഭരണഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും, ആ വിഷയം ഉന്നയിക്കും. പക്ഷേ 80-കളിൽ നിന്ന് 2022 എത്തുമ്പോൾ രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം മാറി. RSS സമ്പൂർണമായി ഭരണകൂടത്തെ അട്ടിമറിച്ചിരിക്കുന്നു. ഞങ്ങൾ നേർക്കുനേർ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. അല്ല, അതൊക്കെ ശരി. അത് കരുതി മുൻകാലത്ത് അങ്ങനെ ഒരു നിലപാടേ ഉണ്ടായിട്ടില്ല എന്ന് പറയരുത് എന്നുള്ളതേ തർക്കമുള്ളൂ. അതിനുശേഷം രാജ്യത്തെ അന്തരീക്ഷം മാറി, നിങ്ങൾ ഏകീകൃത സിവിൽ കോഡിനെതിരെ നിലപാടെടുത്തു. അതൊക്കെ ശരി. പക്ഷേ ഞങ്ങളുടെ നിലപാട് പണ്ടേ ഇങ്ങനെയായിരുന്നു എന്ന് പറയരുത്. അത്രേ ഉള്ളൂ. വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. EMS-ന്റെ വാക്കാണ്. EMS എങ്ങനെയാണ് താങ്കൾ ഉദ്ധരിച്ച ലേഖനം കൺക്ലൂഡ് ചെയ്തതെന്നാണ് ഞാൻ വായിച്ചത്.
അന്ന് ഭരണഘടനയിൽ നിന്ന് ആ വകുപ്പ് കൺക്ലൂഷൻ മാത്രം പോരാ അഭിലാഷേ. ഒരു വിഷയം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നതല്ലേ അതിന്റെ ക്രക്സ്, ഏറ്റവും പരമപ്രധാനമായ കാര്യം. ആ താങ്കൾ തന്നെ വായിച്ച ലേഖനം EMS നമ്പൂതിരിപ്പാട് കൺക്ലൂഡ് ചെയ്യുന്നത് ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള പ്രക്ഷോഭം, ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായിട്ടുള്ള മണ്ണൊരുക്കൽ തുടരണം. അതിന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സമരം നടത്തുന്നുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നുള്ള അന്നത്തെ സുശീല ഗോപാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഇനി ഈ ഷബാനു കേസിലെ വിധി വന്ന ഉടനെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇനി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്വതന്ത്ര വനിതാ പ്രസ്ഥാനമാണ്. അല്ല മഹിളാ അസോസിയേഷൻ ഒരു സ്വതന്ത്ര വനിതാ പ്രസ്ഥാനമാണ്. CPIM-ന്റെ പോഷക സംഘടന അല്ല. ആ പ്രസ്ഥാനം നടത്തുന്ന ഏകീകൃത സിവിൽ കോഡിനായുള്ള പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കണം എന്നാണ് EMS നിലപാടെടുത്തത്. അന്നത്തെ എന്തുമാത്രം പേപ്പർ കട്ടിംഗ്സ്, എന്തിനാണ് നമ്മൾ അതേക്കുറിച്ച് ഇല്ലാത്ത ഒരു കാര്യം ഡിബേറ്റ് ചെയ്യലേ ഷിജു? അതിനുശേഷം BJP രാജ്യത്ത് അധികാരത്തിൽ വന്നു, രാജ്യത്തെ അന്തരീക്ഷം മാറി, ഞങ്ങൾ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമാണ്. അതിലെന്താ കുഴപ്പം? എല്ലാ കാലത്തും ഒരേപോലെ നിലപാടെടുക്കണമെന്നുണ്ടോ? ഇല്ല, സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നിലപാട് മാറ്റാം. പക്ഷെ പണ്ട് അങ്ങനെ ഒരു നിലപാടായിരുന്നു പറയരുത്. അഭിലാഷേ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സഖാവ് EMS പറഞ്ഞ വാചകങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ധരിച്ചത്. മുസ്ലിം ജനതയിൽ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രശ്നമാണ് പൊതു സിവിൽ നിയമമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുസ്ലിം സമുദായത്തിലെ പൊതുജനാഭിപ്രായം അനുകൂലമായി രൂപപ്പെടുത്തുന്നതുവരെ അത് നടപ്പിൽ വരുത്തുന്നത് ബുദ്ധിപൂർവമായിരിക്കില്ലെന്ന കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണുള്ളത്. നിങ്ങൾ ആമുഖം മറന്നുകൊണ്ട് കൺക്ലൂഷൻ മാത്രം വായിച്ചെങ്ങനെ പോകും? ഇതും പ്രധാനപ്പെട്ട കണ്ടന്റ് അല്ലേ? EMS വിശദീകരിക്കുന്നത് ഞങ്ങളുടെ നിലപാടും സംഘപരിവാറിന്റെ നിലപാടും ഒന്നല്ല എന്ന് വിശദീകരിക്കാനാണ്. പക്ഷേ അക്കാലത്തെ CPM-ന്റെ പ്രഖ്യാപിതമായ നിലപാട് ഏകീകൃത സിവിൽ കോഡ് വേണം എന്നുള്ളത് തന്നെയായിരുന്നു. അത് നിസ്തർക്കമായ അവിതർക്കിതമായ വസ്തുതയാണ്. തർക്കമുണ്ട്. നിങ്ങൾ അവിതർക്കിതം എങ്ങനെ പറയും? തർക്കമുണ്ടല്ലോ. നമ്മുടെ വിഷയം മാറ്റേണ്ട. EMS നമ്പൂതിരിപ്പാട് ഞാൻ പറഞ്ഞത് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ കാര്യമാണ് ഞാൻ വായിച്ചത്. വിഷയം മാറ്റി. നിങ്ങൾ സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. EMS പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. EMS എങ്ങനെയാണ് ചിന്ത പബ്ലിക്കേഷൻസ് ഇപ്പോഴും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് ഷിജു. ആ പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട്. അഭിലാഷ് പറയുന്ന കൺക്ലൂഷൻ മാത്രം മതിയോ? അഭിലാഷ് അത് കൺക്ലൂഷൻ മാത്രം വായിച്ചാൽ ശരിയാണ്. ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. ഇനിയിപ്പോ അത് കൂടുതൽ തർക്കിക്കാനില്ല. സ്ത്രീ പുരുഷ ജനാധിപത്യപരമായ സംവാദങ്ങൾ നടക്കുകയും അതിനനുകൂലമായ അന്തരീക്ഷം ഒരുങ്ങുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായ നടപടി അതാണ് 80കളിലേത്. 2022-ൽ രാജ്യം മുഴുവൻ RSS-ന് അതൊക്കെ മനസ്സിലായി. സ്വാഭാവികമായും അതിനെതിരെ 80കളിലെ അന്തരീക്ഷം അല്ല 2022. ഇത് കേൾക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. നമ്മൾ വെറുതെ സമയം കളയണ്ട.